ഹായ് പി കെ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഇങ്ങനെ സ്വാഗതമൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ പുതിയൊരു അതിഥിയല്ല, പുതിയൊരു അംഗത്തിനെ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോയിലൂടെ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആരാണെന്നുള്ളത്. നേരത്തെ തൊട്ട് കാണുന്നവർക്കറിയാം, അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാവും. സർപ്രൈസ് തരാൻ വേണ്ടിട്ടല്ലേ കൂട്ടിട്ട് വന്ന് ഉള്ളേ. ഞാൻ കണ്ടു, ഞാൻ താഴെ വന്നിട്ട് ആമിക്കുട്ടി ആമിയാ നിങ്ങള്? ഇതെന്താണ് പൂവൊക്കെ വെച്ചിരിക്കണ? എന്താ ചെയ്യണേ ഡാഡി? എന്താ ചെയ്യണേ ഡാഡി? എന്താ ചെയ്യണമാ? ഡാൻസ് കളിക്കണ? എന്താ പല്ല്? ആ കേട്ട് കുട്ടിക്ക് എത്ര പല്ല് വന്ന് നോക്കട്ടെ. ആ ആ ആ ആ കാട്ടുണ്ട്. ആ കേട്ട് ആമി പാടണ്ടേ? ആമിക്കുട്ടി അവൾക്ക് അറിയുന്ന പാട്ട് പാടിയാലേ അവൾ നോക്കുള്ളൂ. നാങ്കപ്പനക്ക് കഞ്ചി കൊണ്ട് ആത്തുമെടുത്താണ്ടി പോനേ. அந்த நல்ல நல்ல சகுனத்தில் நெஞ்சு துளி போட்டு போனே. ആമി ആമിക്കുട്ടി ഹരിച്ച മലരഴകേ എങ്ങനെയാ ബാബു കത്തിട്ട് അച്ചുവല്ല പേച്ചഴകേ. ഏൻ കണ്ണുക്കുള്ള കൂട് കട്ടി കാടുക്കുള്ള ബൗബു പറയുന്നേ. ബൗബു പറയും. എങ്ങനെയാ ബൗബു കത്തണത്? ആമി ആമിക്കുട്ടിയേ ശരണയ്യപ്പ പറയും. വേണ്ട 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 വേണ്ട. കള്ളൂര പാർക്കും പാർവൈ ഉള്ളൂര പായുമേ. തുള്ളാമൽ തുള്ളും ഉള്ളം സല്ലാപമേ. നിന്റെ ഏട്ടൻ കാണണം. ഉല്ലാസമേടை மேலே ஓரங்க நாடகம் இன்பங்கள் பாடம் சொல்லும் என் தாயகம். വേണ്ട വേണ്ട ഈ പാട്ടൊന്നും. எங்கெங்கு ஊஞ்சலாக நான் போகிறேன், ஆசை தீயில் நான் வேகிறேன். ഈ പാട്ട് വേണ്ടാന്ന് ഒന്നാക അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഏത് പാട്ട് പാടുന്ന? കണ്ണിലുണ്ണിയാണേ செந்தாமரை செந்தேன் மழை എന്നാവി നീയേ ദേവി. ഏത് പാട്ട് പാടുന്നേ? ഡാഡി ഏത് പാട്ടാ പാടുന്നേ? അങ്ങനെയൊന്നും അല്ല അല്ലേ? വേണ്ട വേണ്ട വേണ്ട. കണ്ണനാണേ കൊച്ചു കൊമ്പനാണേ വമ്പനാണേ. തോനുണ്ട് തനനുണ്ട് താട്ടടാൻ ചെവിയുണ്ട് കാലുകൾ തൂണുണ്ട് ചൂരു പോൽ വാലുണ്ട് കുട്ടനാണേ കളിക്കുട്ടനാണേ. ഇങ്ങനെ ബൗബോ പറഞ്ഞ കുട്ടി പേടി. കുട്ടി കൈ കൊണ്ട് എങ്ങനെ ഡില്ല 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 ഡില്ല
ആ കണ്ട കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളകിട്ട് കൈകൊട്ട് കൊട്ട് കൊട്ട് കുട്ടി കൊട്ട് അമ്മ കൈകൊട്ട് അമ്മ കൈകൊട്ട് 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 തപ്പോട്ട് കൊട്ട് കൊട്ട് ഡില്ല കൊട്ട് ഡില്ല ഡില്ല എങ്ങനെ കൊട്ടണം ഡില്ല 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 കൊട്ട് കാണിച്ചു കൊടുക്കട്ടോ കൊട്ട് കൊട്ട് ഡില്ല ഡില്ല കൊട്ട് നാലുകാലുള്ളൊരു നങ്ങേരി പെണ്ണിനെ ഹലോ ഓൾണ്ടവൻ എങ്ങനെയാ വിളിക്കുന്നത് നോക്ക് ബാബു 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 ആമി ആമിക്കുട്ടി അവര് അവിടെ തള്ളി അടിത്താനാ സന്ദനമേ എത്തി നോക്കുന്നു ഡാഡി എന്താ ചെയ്യണേ ആമി ആമിക്കുട്ടി ഡാഡി എന്ത് ചെയ്യണോ എന്താ ഇങ്ങനെ നോക്കണേ ആന ആന ഡില്ല ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ രാവിലെ എടുത്ത് കൊണ്ടേ കിട്ടി നോക്കുകയാണ് ഇന്നൊന്ന് ചിരിക്കും നോക്ക് ഇവൾ ആരാണെന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ആരാ നിങ്ങള് ഇത് പറഞ്ഞു കൊടുക്ക ആരാണെന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും കുടുവിനെ അറിയായിരിക്കും ഇതിൽ ഈ വീഡിയോയിൽ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ കുടുവിൻ്റെ വീഡിയോസൊക്കെ അപ്പോൾ കുടുവിൻ്റെ അനിയത്തിയാണ് ഇനി അധികം വീഡിയോസിലൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഈ ഫസ്റ്റ് അയ്യോ വായിലിടരുത് 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 അടി അടി ആമി ആത്മിക എന്നാണ് പേര് ആമി എന്നാണ് വിളിക്കുന്നത് 1 വയസ്സായിട്ടില്ല അപ്പം ഇനിയുള്ള വീഡിയോസിലൊക്കെ അധികം ചിലപ്പോൾ കാണും അപ്പം അതുകൊണ്ട് ഇന്ന് ആദ്യമായിട്ട് വീഡിയോയിൽ കാണിക്കുകയാണ് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ആമി കുടുവേട്ടൻ അവിടെ കുടുവേട്ടൻ കുടു 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 അവിടെ കുടു വിളിക്ക് വിളിക്ക് കുടു വിളിക്ക് ഓ കുടു പറഞ്ഞു എന്നാ നോക്കണല്ലേ എല്ലാ കുട്ടികൾക്കും അവളുടെ ഏട്ടൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇവൾക്ക് 9 മാസമായിട്ടുള്ളൂ എന്നാലും അവളുടെ ഏട്ടന് ഭയങ്കര കാര്യമാണ് ഏട്ടൻ ആരെങ്കിലും വഴക്ക് പറയുക അടിക്കുക എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം വരും ഇല്ലേ കുടു അവിടെ കുടു അതാ കുടു വരുന്നു അതാ കുടു വരുന്നു പറഞ്ഞപ്പോൾ നോക്കുന്നില്ലേ കുടു അവിടെ കുടു കുടു അവിടെ മാ അതാ വരുന്നു കുടു 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 വാ വാ ദാ ആമി വിളിക്കണോ ആമി വിളിക്കണോ ആമി എവിടെ ആമി നിങ്ങൾ ആമിയാണോ അതാ കുടു കുടു ഡാഡി എവിടെ ഡാഡി ഡാഡി ഓട്ടം പോയി കുട്ടിനെ വിട്ടിട്ടില്ലേ അതാ ഡാഡി വരുന്നു ഓ ഞാൻ തെറ്റി പറഞ്ഞല്ലേ ഇതാ എങ്ങനെതാ ഓ കുട്ടി മക്കളെ കണ്ടാ മതി ആ ശരി 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 ആ അഹാന കൃഷ്ണയുടെ ഗ്രാൻഡ് പാരൻസിന് എന്തോ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരോട് ഒരു കാര്യം ഞാൻ എല്ലാവരും ഇപ്പോൾ സ്വന്തം ഗ്രാൻഡ് പാരൻസിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും പറയാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല തൻവി പറയുന്നില്ലേ തൻവിയുടെ അതായത് അഹാന കൃഷ്ണയുടെ ചെറിയമ്മൻ്റെ മകളാണെന്ന് തോന്നുന്നു തൻവി പറയുന്നുണ്ട് അമ്മമ്മ എന്നെക്കൊണ്ട് ഭയങ്കര സ്നേഹമാണ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തരും എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കൊണ്ട് കുറേ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ 4 മക്കളുണ്ടെന്ന് വെച്ചോ ആ 4 മക്കളുടെ എല്ലാ പേരക്കുട്ടികളെയും
ഈ അമ്മമ്മയും അച്ഛമ്മയും ഒന്നും സ്നേഹിക്കണം എന്നില്ല. അനുഭവം കൊണ്ട് പറയുന്നതാണ്. എൻ്റെ സാധാരണ വീടുകളിൽ ആൺമക്കളുടെ മക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അധികം കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ വലിയതായിട്ട് അങ്ങനെ സ്നേഹം ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. എന്താ പറയുക, ഒരു കണ്ണിൽ വെണ്ണയും ഒരു കണ്ണിൽ ഉപ്പും അങ്ങനെ എന്തോ ഒരു ചൊല്ലില്ലേ, അതുപോലെയാണ് അവരുടെ പെൺമക്കളുടെ മക്കളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ ഇഷ്ടമാണെന്ന് തോന്നണില്ല ഞങ്ങൾക്ക്. കാരണം അങ്ങനെ ഒരു സ്നേഹമൊന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടേ ഇല്ല. എത്രാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് മരിച്ചത്. അപ്പം അത്ര നല്ല അത്യാവശ്യം ബുദ്ധിയും വിവരമൊക്കെ ഉള്ള സമയത്തല്ലേ മരിച്ചത്. അപ്പോൾ നമുക്ക് അതുവരെയുള്ള സ്നേഹമൊക്കെ നമുക്ക് അറിയാലോ. ഇപ്പോൾ രണ്ടുപേരെയും നമ്മളിപ്പോൾ റോട്ടിൽ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ, ഇപ്പോൾ അമ്മായിയുടെ മക്കളും ഞങ്ങളും ഒരുമിച്ചാണ് ഉള്ളതെങ്കിൽ അധികവും ഞാൻ എൻ്റെ ചേച്ചിയാണ് ഇത് അങ്ങനെ ഒപ്പം ഉണ്ടാവുക. അപ്പോൾ ആ കുട്ടികളുടെ കയ്യിൽ ഞങ്ങളെക്കാളും ഒരുപാട് ചെറിയ കുട്ടികളാണ് അവരുടെ കയ്യിൽ 5 രൂപ കൊടുത്താൽ മിഠായി വാങ്ങാൻ, അന്ന് നമുക്ക് 1 രൂപയാണെങ്കിലും 5 രൂപയാണെങ്കിലും വലിയ തുകയാണല്ലോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ. അപ്പം ആ കുട്ടിയുടെ കയ്യിൽ 5 രൂപ കൊടുത്താൽ ഞങ്ങളുടെ കയ്യിൽ 50 പൈസയോ 1 രൂപയൊക്കെ തിരക്കാൻ കൊടുക്കണമല്ലോ. കാരണം ആൾക്കാർ കണ്ടില്ലെങ്കിൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തന്നിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഈ രണ്ട് എന്താ പറയുക പക്ഷാഭേദം കാണിക്കാറില്ല. ആ ഒരു വേർതിരിവും ഞങ്ങൾക്ക് നന്നായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ അമ്മമ്മയും അതുപോലെ തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ തന്നെയാണ്. അമ്മയുടെ വീട്ടിൽ പോയിക്കുന്നത് വെച്ചാൽ അമ്മയുടെ എന്താ പറയുക ആൺമക്കളുടെ മക്കളോടും ഞങ്ങളോടും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് ചെറിയ ആൺമകൻ്റെ മക്കളെ കൊണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങളെ കൊണ്ട് അത്ര വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വേറൊരു അമ്മയുടെ അമ്മമ്മ ഉണ്ടായിരുന്നു. ഇപ്പോഴും 100 വയസ്സ് വരെ ജീവിച്ചിട്ടാണ് അവർ മരിച്ചത്. എൻ്റെയൊക്കെ ചെറുത്, ഞാൻ 8ലോ 7ലോ പഠിക്കുമ്പോൾ മരിച്ചതാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ അത് ഓർക്കുന്നുണ്ട്. അവരെ ഭയങ്കര സ്നേഹമായിരുന്നു. ഒരു മിഠായിയാണ് കിട്ടുകയാണെങ്കിലും എത്ര പേരമക്കളുണ്ടോ അവർക്കൊക്കെ അത് കൊടുക്കാൻ പറ്റിയ കൊടുക്കുമായിരുന്നു. ആ അമ്മയെ ഇപ്പം സ്നേഹത്തോട് ഓർക്കുന്നു. ഇപ്പോൾ അഹാന കൃഷ്ണയുടെ കാര്യം വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ, തൻവിയോട് നല്ല സ്നേഹമായിരിക്കും, അഹാന കൃഷ്ണയോട് അത്ര വലിയ ആ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാ വീട്ടിലും ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഈ എന്താ പറയുക, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അധികവും നമ്മൾ ഈ പബ്ലിക്കായിട്ട് കൊണ്ടുവരാണ്ടിരുന്നാൽ അത് തന്നെയാണ് നല്ലത്. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത്. ഈ 4 മക്കളുടെ പേരമക്കളും ഒരുപോലെ സ്നേഹിക്കണമെന്ന് ആർക്കും തോന്നാറില്ല. എല്ലാവരും എൻ്റെ തന്നെയാണെന്ന് എനിക്ക് മിക്കവരുടെ വീട്ടിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ആമിക്കുട്ടിന് ഇഷ്ടമായവരെല്ലാവരും ലൈക്ക് ചെയ്യണേ. ഇനിയുള്ള വീഡിയോയിലൊക്കെ ആമി ഉണ്ടാവും. എല്ലാ വീഡിയോയിലും ഇല്ലെങ്കിലും ചില വീഡിയോകളിലൊക്കെ കൂടുതൽ പോലെ തന്നെ ആമിയും ഉണ്ടാവും. ബൈ.